മാറിടത്തിൽ സ്പർശിക്കുന്നത് ബലാത്സംഗ ശ്രമമല്ലെന്ന് കോടതി വിധി വന്ന നാടാണിത്. ഒടുവിൽ ഈ വിധിക്കെതിരെ സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വന്നു. നിയമവ്യവസ്ഥകൾ പോലും സ്ത്രീ സുരക്ഷയ്ക്ക് പുല്ലുവില കൽപ്പിക്കുന്ന നാട്ടിൽ ഏറെ ഭീതിയോടെയാണ് ഓരോ ദിനവും കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഞെട്ടിക്കുന്നൊരു കൂട്ടബലാത്സംഗത്തിന്റെ വാർത്ത പുറത്തു വന്നത്. പ്രധാനമന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ വാരാണസിയിലെ ലാൽപൂരിലാണ് മനസ്സാക്ഷിയെ നടുക്കിയ സംഭവം. 19കാരിയെ 7 ദിവസങ്ങളിലായി മാറി മാറി പീഡിപ്പിച്ചത് 20ലധികം പേർ. കഴിഞ്ഞ മാർച്ച് 29-നാണ് അവൾ സുഹൃത്തിനൊപ്പം വീട്ടിൽ നിന്നിറങ്ങിയത്. ശീതളപാനീയത്തിൽ മയക്കുമരുന്ന് കലർത്തി ബോധം കെടുത്തിയ ശേഷം പ്രതികൾ ഒരാഴ്ചയോളം വിവിധ ഹോട്ടലുകളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു. ഏപ്രിൽ 4-നാണ് പെൺകുട്ടിയെ കാണാനില്ലെന്ന് വീട്ടുകാർ പോലീസിൽ അറിയിച്ചത്. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന പീഡന വിവരങ്ങൾ പുറം ലോകമറിഞ്ഞത്. ഇതുവരെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ലെന്നത് സംഭവത്തിന്റെ ഭീകരത ഇരട്ടിയാക്കുന്നു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനേകായിരം സഹോദരിമാരാണ് ചൂഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്നാണ് നമ്മുടെ സഹോദരിമാർക്ക് ഭയമേതുമില്ലാതെ പുറത്തിറങ്ങാൻ സാധിക്കുക? ഇനി എപ്പോഴാണ് സ്ത്രീകൾക്ക് നമ്മുടെ രാജ്യത്ത് അച്ഛാദിൻ വന്നെത്തുക?